ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. ഐ ആം ടിക്കു സ്റ്റീഫൻ ഫ്രം മാസ്റ്റർ കെ അക്കാഡമി. നിങ്ങളുടെ മുന്നിലേക്ക് 2026 വരാൻ സാധ്യതയുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസുമായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. 2026 പുതുവത്സരത്തിൽ അല്ലേ, ന്യൂ ഇയർ ആയപ്പോഴത്തേക്കും കുറേ അധികം പേരും എടുത്ത ഒരു റെസൊല്യൂഷനാണ് ഒരു സർക്കാർ ജോലി. എനിക്ക് പേഴ്സണലി കുറേ അധികം ഫ്രണ്ട്സിനെ അറിയാം അതേ റെസൊല്യൂഷൻ എടുത്തവർ. അപ്പം അങ്ങനെ ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ എയിം? അങ്ങനെയെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, മാസ്റ്റർ കെ അക്കാഡമിയെ ഫോളോ ചെയ്തേരെ നിങ്ങൾക്കുള്ള ജോലി ഞങ്ങൾ റെഡിയാക്കി തരാം. ഒന്നും വേണ്ട, കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അപ്പം 2026 നിങ്ങളുടെ ആ ഒരു റെസൊല്യൂഷൻ സാധ്യമാക്കണമെങ്കിൽ അല്ലെ, 2026 വരാൻ സാധ്യതയുള്ള കുറേ അധികം നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ. ആ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ നോട്ടിഫിക്കേഷൻസിലേക്ക് ഒന്ന് പോയാലോ? വാ. അപ്പോൾ ഒന്നാമത്തതാണ് ഡിഗ്രി ലെവൽ. അപ്പൊ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസിനെ എല്ലാം നമുക്ക് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഡിഗ്രി ലെവല്, +2 ലെവല്, അതുപോലെ തന്നെ 10th ലെവല്, പിന്നെ ടീച്ചിങ് അല്ലേ, ടീച്ചിങ്ങിൻ്റെ കോഴ്സുകളും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് 4ആയിട്ട് ഇതിനെ തരംതിരിക്കാം. അതിൻ്റെ അത് ഒന്നാമത്തതാണ് എന്ത്? ഡിഗ്രി ലെവൽ. ഡിഗ്രി ലെവൽ. ഡിഗ്രി ഉള്ളവർക്ക് മാത്രം അയക്കാൻ പറ്റുന്ന പോസ്റ്റുകളെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവർ വിഷമിക്കണ്ട, അടുത്ത വരുന്നുണ്ട്. നോക്കാം. അപ്പോൾ നോക്കി, ഒന്നാമത്തത് LSGS ആണ് അല്ലേ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറിയുടെ പോസ്റ്റാണ്. ഇത് അതിമികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് LSGS എന്ന് പറയുന്നത്. നല്ല ശമ്പളം, അത് മികച്ച ശമ്പളത്തിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഗ്രി ലെവൽ ജോബ് തന്നെയാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2025 ഇതിൻ്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. എന്താ വന്നേ? 2025. അപ്പോൾ 2025 ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണല്ലോ. 2025, 26, 27, 28 അല്ലേ. 28 ആകുമ്പോഴത്തേക്കും ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ 2028 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. 2028 പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2027 ഉറപ്പായിട്ടും എക്സാം നടക്കണം. വേണ്ടേ? വേണം. 2027 എക്സാം നടക്കണമെങ്കിൽ 2026 അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരണം. വേണ്ടേ? അപ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്കൊക്കെ, ആ ടൈമിലേക്കൊക്കെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. നമ്മളിതൊരു ലോങ് ടൈം പ്രോസസ്സാണ്, മനസ്സിലായില്ലേ? എടുത്തയാടി പെട്ടെന്ന് ജോലി വേണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതല്ല. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 1ാം റാങ്കുകൾ മേടിച്ച സ്ഥാപനം കൂടാണ് നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമി, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് ഇപ്പോഴേ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. 2026 പഠിച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, ഇനിയും തുടങ്ങാത്തവർ 2026 നിങ്ങളുടെ PSC പഠനം ഉടൻ തന്നെ ആരംഭിക്കുക. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനെ ഫോളോ ചെയ്തു പോവുക. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങൾ സാധൂകരിച്ച് തരുന്നതായിരിക്കും. അടുത്ത നോക്കിയോ, അടുത്ത പറയുന്നതാണ് ഒരു യൂണിഫോം ഫോഴ്സ് തന്നെയാണ്. സബ് ഇൻസ്പെക്ടർ അല്ലെ. സബ് ഇൻസ്പെക്ടർ പോസ്റ്റും 2026 അതിൻ്റെയും നോട്ടിഫിക്കേഷൻ വരാനിരിക്കണം. അപ്പം ഡിഗ്രി ലെവലിൽ 2 നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഏതൊക്കെയാ? LSGSഉം സബ് ഇൻസ്പെക്ടറും. അപ്പം നല്ല പോസ്റ്റാണ്, ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തെന്താണ്? +2 ലെവൽ അല്ലേ. +2 ലെവലില് ഒട്ടുമിക്ക ഫോഴ്സിൻ്റെയും പോസ്റ്റ് അല്ലെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടിരിക്കുകയാണ്. CPO, അതുപോലെ തന്നെ വുമൺ CPO, CEO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ. 2025 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇതിൻ്റെ ഫോഴ്സിൻ്റെ ഒക്കെ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 2026 നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പം +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏറ്റവും മികച്ച
ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്താണ് യൂണിഫോം ഫോഴ്സ് അല്ലെ. യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഒരു അച്ചടക്കത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ജോലി ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ് എന്താണ് യൂണിഫോം പോസ്റ്റായ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിലും വുമൺ CPO ആണെങ്കിലും സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിലും അതുപോലെ തന്നെ ഫയർമാൻ ഫയർ വുമൺ ഇതെല്ലാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ സിലബസ് അടിസ്ഥാനത്തിൽ അച്ചടക്കത്തോടെ കൃത്യമായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ മെന്റർഷിപ്പും മാസ്റ്റർ കീ അക്കാഡമി തരുന്നുണ്ട്. നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മികച്ച ഓഫ്ലൈൻ ക്ലാസ്സുകളും മികച്ച ഓൺലൈൻ ക്ലാസ്സുകളുമാണ് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാസ്റ്റർ കീ അക്കാഡമിയെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് കോഴ്സ് ഏതാണോ വേണ്ടത് അതിൻ്റെ ഏറ്റവും മികച്ച കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്താണ് 10th ലെവൽ. 10th ലെവല് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പോസ്റ്റ് ഏതാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 10th ലെവലുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്? LDC അല്ലേ, വേരിയസ് LDC. 14 ജില്ലകളിലേക്കും അപേക്ഷ വരുന്ന സാധനമാണ് എന്താ LDC എന്ന് പറയുന്നത് അല്ലേ. ഏകദേശം 10,000-ഓളം വേക്കൻസികളാണ്, നിയമനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ LDCക്ക് നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച 10ാം ക്ലാസ് പാസ്സായവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എന്ത് വേരിയസ് LDC എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അടുത്തതായിട്ട് എന്താണ് വേരിയസ് LGS ആണ്. LGSനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 7th അല്ലെ 7ാം സ്റ്റാൻഡേർഡ് പാസ്സായവർക്ക് 7th പാസ്സായവർക്ക് എന്താണ് LGSന് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ 10th ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നതെങ്കിലും LGS അപ്ലൈ ചെയ്യുന്നതിന് 10th ക്വാളിഫിക്കേഷൻ വേണ്ട, 7ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതി. 7ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് എല്ലാവർക്കും എന്താണ് LGSന് അപ്ലൈ ചെയ്യാം അല്ലേ. അത് മാത്രമല്ല ഡിഗ്രി ഉള്ളവർക്ക് LGS അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ മറ്റൊരു ട്വിസ്റ്റ്. എന്താണ് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, അതുപോലെ തന്നെ ഡിഗ്രി ഉണ്ടാവാനും പാടില്ല. മനസ്സിലായോ? ഡിഗ്രി ഇല്ലാത്തവർക്ക് മാത്രമേ LGS അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട. ഡിഗ്രി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിച്ചേരെ. 2026 LGSന്റെ നോട്ടിഫിക്കേഷൻ വരും, അതിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മാസ്റ്റർ കീ അക്കാഡമിയിൽ വന്നിട്ട് നല്ല രീതിയിൽ പഠിക്കുക, ജോലി വാങ്ങിക്കുക. അടുത്തത് വരുന്നത് ലാബ് അസിസ്റ്റന്റ് ആണ് അല്ലെ. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലാബ് അസിസ്റ്റന്റ് 10th ക്വാളിഫിക്കേഷനിൽ വരുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റാണ് അല്ലെ. ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ഏത് ലാബ് അസിസ്റ്റന്റ്. അപ്പൊ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റും എന്താണ് 10th ക്വാളിഫിക്കേഷനിലുണ്ട്. അപ്പൊ അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വയ്ക്കുക. അതിനും കൂടെ ആയിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയും എന്താണ് ക്രാക്ക് ചെയ്തെടുക്കാന്നേ. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ടീച്ചിങ് നോട്ടിഫിക്കേഷൻസ് അല്ലെ. ടീച്ചിങ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ LP സ്കൂൾ ടീച്ചറും UP സ്കൂൾ ടീച്ചറും അല്ലെ, 2 കോഴ്സാണ് ടീച്ചിങ്ങിൻ്റെ അകത്ത് മെയിനായിട്ട് 2026 നോട്ടിഫിക്കേഷൻസിൽ വരാനിരിക്കുന്നത്. ഇപ്പോൾ ഈ LP UPയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഇപ്പം അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അന്ന് നമുക്ക് പറയാം. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, മാസ്റ്റർ കീ അക്കാഡമിയിൽ LP UPയുടെ ലോങ് ടൈം ബാച്ചുണ്ട്. മനസ്സിലായോ? ഈ ലോങ് ടൈം ബാച്ചിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം അങ്ങോട്ട് എഴുതുമ്പോഴത്തെ ആദ്യ ടെസ്റ്റിൽ തന്നെ ജോലി കിട്ടണമെന്ന് കരുതുന്നത് ശരിയല്ല. അങ്ങനെ കരുതിക്കോ, പലർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു ലോങ് ടൈം പ്രോസസ്സ് ആയതുകൊണ്ട് ഞങ്ങൾ LP UPയുടെയും അതുപോലെ തന്നെ 10th ലെവലിൻ്റെയും അല്ലേ ഈ 2 കോഴ്സിൻ്റെയും ലോങ് ടൈം ബാച്ച് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മാസ്റ്റർ കീ അക്കാഡമി. അപ്പോൾ നിങ്ങൾ ഒട്ടും മടി വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വരട്ടെ, അതിന് കാത്തിരിക്കുകയും വേണ്ട. നിങ്ങൾ ഇപ്പോൾ തന്നെ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഞങ്ങളുടെ ഈ LP UPയിലും 10th ലെവലിൻ്റെ കോഴ്സിലേക്കും ജോയിൻ ചെയ്യുക. ഉടൻ തന്നെ, സമയം കളയേ വേണ്ട. ഓരോ സമയം വിലപ്പെട്ടതാണ്, അറിയാലോ. ഇനി നമുക്ക് കാത്തിരിക്കാനും പറ്റത്തില്ല, പോയ സമയങ്ങളൊന്നും തിരിച്ചു വരുത്തതുമില്ല. അപ്പം നമുക്കൊരു ജോലി വേണ്ടേ? നമുക്ക് ജോലി മേടിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ കൂടെ നിന്നാൽ
ഞങ്ങൾ നിങ്ങളുടെ കൂടെ കട്ടയ്ക്കുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. എക്സാം എല്ലാം വരട്ടെ, എക്സാമിനെല്ലാം നമുക്ക് കൃത്യമായിട്ട് റാങ്ക് മേടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ സെഷനുമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.